ഹലോ ഗായ്സ്. അപ്പൊ ഞാന് തുടക്കവും കാര്യങ്ങളൊന്നും പറയാതെ തന്നെ ആദ്യമേ വീട്ടിലോട്ട് കിടക്കാണ്. പറഞ്ഞു തരുമ്പോ ആളോടെ തന്നെ ഒരുങ്ങാൻ പോയി. ഇത് ഒരുങ്ങുന്നു. ഈ മുടി കെട്ടി വെക്കണമെങ്കിൽ ഈ മുടിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഇത് എത്ര മണിക്കൂർ കൊണ്ട്. ഈ മുടിയുള്ള ആൾക്കാര് ഇത് കാണുവാണെങ്കിൽ ഇതിലൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ പറയണം ഈ മുടി അങ്ങനെ. പക്ഷെ എനിക്ക് ഐ റിയലി ലൈക്ക് ഇറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മുടി ഇങ്ങനെ. അപ്പൊ ചില ആൾക്കാർ പറയും അത് കൊണ്ടൊന്ന് സ്ട്രൈറ്റ് ചെയ്തിട്ട് അല്ലാതെ ഇത് അതായിരിക്കും അടിപൊളി. പക്ഷെ അങ്ങനെയല്ല. എനിക്ക് പേഴ്സണലി അറിയാൻ കേട്ടോ. കാരണം ഇങ്ങനെയുള്ള മുടി കിട്ടാൻ വേണ്ടിട്ട് കുറെ ആൾക്കാർ കൊതിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നില്ല, അത് കണക്കാണ്. ഇത് അറിയത്തില്ല. ഈ മുടി ഇങ്ങനെ ആക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ നടക്കുന്നത് ആർക്കും അറിയത്തില്ല സംഭവം. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അത് വിട്. നമുക്ക് അപ്പൊ ഇന്നൊരു മെയിൻ കാര്യം പറയാൻ വേണ്ടി ഒരാൾ അവിടെ കൂവുന്നുണ്ട്. ആരാ? ഓക്കെ. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ആ സമയത്ത് കുറച്ച് ആൾക്കാർ വന്നായിരുന്നു. എന്തായാലും അത് വിട്. നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളത് കൂലി സിനിമ കാണാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ രാഗം തിയേറ്ററിലാണ് കേട്ടോ. നല്ല തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയും കൂടിയാണ് പോരാത്തതിനും. സത്യം പറയാൻ നല്ല ദേഷ്യമായി കേട്ടോ. എങ്ങനെയും കയറി ഇന്ന് കണ്ടാൽ മതി എന്നായി. വീഡിയോ എടുക്കാൻ എൻട്രോ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയെന്ന് പറഞ്ഞിട്ട് പിണങ്ങിയിരിക്കുന്നു. അവിടെ തിയേറ്ററിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. നല്ല തിരക്ക് ഉണ്ട്. പിണങ്ങിയിരിക്കണ ഇൻട്രോ എടുക്കാൻ തെറ്റിന്ന് പറഞ്ഞിട്ട് മഴയത്ത് പിണങ്ങിയിരിക്കുന്നുണ്ടോ? മഴ നനഞ്ഞിട്ട് നോക്കടാ. ആളിതുവരെയും പാർക്കിങ്ങിന് വന്നിട്ടില്ല. ഞാനെടുത്ത് ടിക്കറ്റൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ കിടക്കുന്നതേ ഉള്ളൂ. നല്ല പ്രോഗ്രാമാണ്. വന്ന് പിണക്കക്കാരെ വന്നു. അവിടെ നമ്മൾ തിയേറ്ററിലെത്തി ടിക്കറ്റ് എടുത്ത് പിന്നെ ഒരാളും കൂടെ നമുക്ക് വരാനുണ്ട്. 3 പേരെ ടിക്കറ്റാണ്. അപ്പോൾ ട്രാഫിക്ക് കഴിഞ്ഞപ്പം 5 മണി ആവാറായി. ഹെൽമെറ്റ് വെച്ചിട്ട് പോയത്. അപ്പോൾ ഒരു ചേച്ചി കൂടെ വരാറുണ്ട്. ആ ചേച്ചി വന്നിട്ട് നമുക്ക് കയറും. നമ്മൾ 5 മണി കഴിഞ്ഞ് അവന് ഇഷ്ടപ്പെട്ട ടൂള് വരുന്നെന്ന് പറഞ്ഞിട്ട് ഓടാൻ നിൽക്കുക. എന്താണ് ആ കട്ടൻ പോകുമ്പോഴൊരു ഇൻട്രോ നമസ്കാരം അകത്തിൻ്റെ അത് വെച്ച് ഓടാൻ നമ്മൾ അങ്ങനത്തെപ്പോഴത്തേക്ക് ഇവന് ഇൻട്രോസ്. ഇപ്പൊ നമ്മള് റിച്ച് പീപ്പിൾസ് ആയി. റിച്ച് ഇരുട്ട്. ഓക്കെ, നമ്മള് തിരിച്ചെത്തിയിട്ടുണ്ട്. ഭയങ്കര മഴ. നല്ല മഴ. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഈ നമ്മൾ റിവ്യൂ ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് കണ്ടിട്ടാണ് നമ്മൾ പോയത്. നെഗറ്റീവ് ആളുടെ ഡയറക്ടർ. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് രജനീകാന്തിന്റെ മൂവി സിനിമയിലല്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. യൂട്യൂബിലാണെങ്കിലും ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ സിനിമ ഞാൻ പോയി കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഈ വേറെ കണ്ടു പരിചയമുള്ള ആൾക്കാരെ എനിക്കറിയില്ല, പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു. ഇല്ലേ, അത് പറയുന്ന അത്ര ഫാമിലി മൂവിയാണ്. ഫാമിലിക്ക് നന്നായിട്ട് വരുന്ന കാണാം. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് അത് കാണുമ്പോൾ. സിനിമ കുഴപ്പമൊന്നുമില്ല. ഈ സ്റ്റണ്ട് ആഗ്രഹിച്ചു പോകുന്ന ആൾക്കാർക്ക് സ്റ്റണ്ട് ഫാമിലി ആണെങ്കിൽ അങ്ങനെ. പിന്നെ സിനിമറ്റോഗ്രാഫി, ക്യാമറ ഭാഗങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഞങ്ങളെ ഈ വീഡിയോ കാണുന്ന ആൾക്കാര് ഈ ഒരു ഫാമിലിയൊക്കെ ആരെങ്കിലും കണ്ടോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഭയങ്കര ലാഗാന്ന് പറഞ്ഞു കുറച്ചുപേര്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളെ പ്രായത്തിലുള്ള കുറച്ച് പയ്യന്മാരുണ്ടല്ലോ, അവര് ഈ ഇടി പുകയൊക്കെ വിശ്വസിച്ച് പോണ കുറച്ച് ആൾക്കാരുണ്ട്. എക്സ്പെക്ടേഷൻ ഒരുപാട് വെച്ചിട്ട് പോകുന്ന ആൾക്കാർക്കാണ്. നമ്മള് അതിനെ കുറിച്ച് പിന്നെ കൂടുതൽ റിവ്യൂ ഒന്നും നോക്കിയില്ല. റിവ്യൂ നോക്കിയിരുന്നു, പക്ഷെ പോണേയും കുഴപ്പമില്ല, പോട്ടെ എന്നുള്ള രീതിയിലാണ്. കൂടുതലായിട്ട് അന്വേഷിക്കാൻ പോയില്ല. എന്തായാലും പോയി കണ്ടിട്ട് നമ്മളെ തീരുമാനം നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലായിരുന്നു. അടിപൊളിയായിരുന്നു. ഞാനും അങ്ങനത്തെ ഞാനും ഇറങ്ങിയപ്പോ അതിനെ പറഞ്ഞ എനിക്ക് ഞാൻ തമിഴ് ഫിലിമിന്റെ ഈ ഇടിപ്പിടം പടത്തിന്റെ ഫാനല്ല. വിജയുടെ ഒരു സിനിമ ഞാൻ പോയി കാണാറില്ല, ഇടിപ്പടം. പക്ഷെ ഇത് പറയുന്ന പോലെയല്ല, നമ്മുടെ എക്സ്പെക്ടേഷനിൽ നമുക്ക് ഓക്കെയാണ്. അപ്പോൾ പറ്റുന്ന മറ്റുള്ളവർ ഇത് കാണണ്ട, ഉപയോഗിച്ച് പോയാൽ മതി. മാത്രമല്ല, എന്റെ ഒരു അഭിപ്രായം മാത്രമല്ല, ഇപ്പം വീട്ടില് വിളിച്ചു ചോദിച്ചു. എന്റെ അനിയനും അമ്മയും സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരോട് ചോദിച്ചപ്പോഴും എന്റെ അമ്മയാണ് മുന്നിട്ട് പറഞ്ഞത് സിനിമ അടിപൊളിയായിരുന്നു, കൊള്ളായിരുന്നു പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഉറപ്പിക്കാമല്ലോ, എന്തായാലും ഫാമിലി എന്റർടൈൻ ആണ്. പിന്നെ ബാക്കി എല്ലാം കൊള്ളാം, എല്ലാം കൊണ്ടും നല്ല പടം കേട്ടോ. പൈസ കൊടുത്തതുകൊണ്ടും യാതൊരു ഇതൊന്നും തോന്നുന്നില്ല. എന്തായാലും അടിപൊളിയായി. പിന്നെ ഞങ്ങളെ തിരിച്ചെത്തി. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ, ബൈ.